എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലെ NCC യൂണിറ്റ് അവതരിപ്പിക്കുന്ന സ്കിറ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുള്ള നിയന്ത്രണങ്ങൾ കൊണ്ട് നല്ലൊരു നാടിനെ നമുക്ക് വാർത്തെടുക്കുവാൻ സാധിക്കും. നാം എല്ലാവർക്കും അറിയാം എയ്ഡ്സ് എന്ന അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന രോഗത്തെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ ഇടയിലുമുണ്ടോ ഈ രോഗം? തീർച്ചയായും ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ രോഗം പടർത്തുന്ന HIV എന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ സമൂഹത്തെ വിടാതെ പിന്തുടരുന്ന ഒരു ഭയഭീതിയാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായുള്ള ലൈംഗിക ബന്ധം ഒഴിവാക്കുക, പങ്കാളിയോടുള്ള വിശ്വസ്തത പുലർത്തുക. നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ ബ്ലഡ് ആവശ്യമാണെങ്കിൽ അംഗീകൃത ബ്ലഡ് ബാങ്കിൽ നിന്ന് മാത്രം രക്തം സ്വീകരിക്കുക. ബ്ലഡ് HIV പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചികിത്സാ സമയത്ത് ഉപയോഗിക്കുന്ന സിറിഞ്ച് രോഗാണുമുക്തമാണോന്ന് പരിശോധിക്കുക. ഒരാൾ ഉപയോഗിച്ച സൂചി, സിറിഞ്ച് എന്നിവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. ഉപയോഗിച്ച ശേഷം അവ നശിപ്പിച്ചുവെന്നും ഉറപ്പുവരുത്തുക. ഗർഭിണികൾ നിർബന്ധമായും HIV പരിശോധന നടത്തുക. അതുമൂലം അമ്മയിൽ നിന്നും കുഞ്ഞിലേക്കുള്ള അണുബാധ പരമാവധി തടയാൻ സാധിക്കും. ഈ രോഗം നമ്മുടെ ശരീരത്തുണ്ടെന്ന് നാം എങ്ങനെ തിരിച്ചറിയും? ഈ രോഗം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന മുതൽ തന്നെ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മറിച്ച് പ്രവേശിച്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ലക്ഷണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ രോഗം ശരീരത്തിലേക്ക് പ്രവേശിച്ചതിനു ശേഷം മറ്റൊരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വീര്യം വളരെയധികം കൂടുതലാണ്. നല്ല ക്ഷീണം തോന്നുന്നു. കുറേ ദിവസമായല്ലോ. നീ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. ഇത് സ്വാഭാവികമല്ലേ ഒരാൾ യൂസ് ചെയ്ത സിറിഞ്ച് മറ്റൊരാൾ ഉപയോഗിക്കുന്നത്? എന്നാൽ പിന്നീട് അത് വളരെ തെറ്റായി മാറിയേക്കാം. അപ്പോൾ ഇങ്ങനെയാണല്ലേ എയ്ഡ്സ് ബാധിക്കുന്നത്? എയ്ഡ്സ് ബാധിക്കുന്നവരെ സ്പർശിക്കുന്നത് പോലും തെറ്റല്ലേ? ഒരിക്കലുമല്ല. ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചത് കൊണ്ടോ കൈ കൊടുത്തത് കൊണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ചത് കൊണ്ടോ ഒരിക്കലും എയ്ഡ്സ് പകരുകയില്ല. അപ്പോൾ നമ്മുടെ സമൂഹം എന്തിനാണ് അവരെ ഒറ്റപ്പെടുത്തുന്നത്? അത് ശരിയാണോ? അതിൻ്റെ ആവശ്യമില്ല. അത് സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. അവരെ ഒരിക്കലും മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവരെ ഒപ്പം നിർത്തുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രോഗത്തിന് ചികിത്സയില്ലേ? ഉണ്ട്. ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്ന ചികിത്സയാണ് നമ്മൾ രോഗികൾക്ക് നൽകുന്നത്. തുടക്കത്തിൽ തന്നെ രോഗം നിർണ്ണയിക്കപ്പെടുമ്പോൾ ചികിത്സിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ രോഗിയെ രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അകറ്റണം രോഗം വരുന്ന വഴിയെ, രോഗിയെയല്ല. HIV AIDS എന്ന രോഗം നമുക്ക് വരുന്നത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടാണ്. അതിനാൽ ജാഗരൂകരാകേണ്ടതും നാം തന്നെ. Step up for AIDS prevention. Thank you.
Well done, Government Victoria College. Thank you.